മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അവിടെ ഓണമൊക്കെ അടിച്ചു പൊളിക്കായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർത്ത് ലണ്ടൻ ഡെർബിയിൽ നടന്ന ആർസണൽ സ്പേഴ്സ് മത്സരത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചാണ്. എത്ര കിട്ടിയാലും പഠിക്കൂല എന്നൊക്കെ നമ്മൾ പണ്ട് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലുള്ള സിറ്റുവേഷൻ ആണ് സ്പേഴ്സിന്റെ. എവേ മാച്ചിൽ ആർസണൽ കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കുന്നു. അവർക്കെതിരെ ജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ആൻജ് പോസ്റ്റ് കോഗ്ലുവിന്റെയും പ്ലേയേഴ്സിന്റെയും ഒരു പോരായ്മ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ കഴിഞ്ഞ കുറെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെറ്റ് പീസിലുള്ള പ്രശ്നങ്ങൾ. റൈറ്റ്, നമ്മൾ ആകെ മാർക്ക് ചെയ്യേണ്ടത് ആർസണലിന്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഗോൾ സ്കോറേഴ്സിനെയാണ്. ഗബ്രിയേലിന് ഫ്രീ ഹെഡർ കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വലിയൊരു എററാണ് സെറ്റ് പീസ് നമ്മൾ കാണുന്നത്. ആർസണല് വിക്ടറി ഡിസേർവ് ചെയ്തു എന്ന് പറയേണ്ടി വരും. കാരണം നമ്മള് ഈ ഒരു ഡി ബോക്സിന് ചുറ്റും ഒരു വട്ടം വരച്ചിട്ട്, പണ്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട് അവിടെ കോക്കാച്ചി ഉണ്ട്, അതിനകത്തേക്ക് പോരുത്, പുറത്തുനിന്ന് ഇങ്ങനെ കറങ്ങി കളിക്കാന്നല്ലാതെ അകത്തേക്ക് കയറി എന്തെങ്കിലും പണി ചെയ്യാൻ സ്പേഴ്സിന്റെ പ്ലേയേഴ്സിന് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പോസ്റ്റ് കോഗ്ലുവിന്റെ ടാക്ടിക്കൽ അപ്രോച്ചിനെ പറ്റി പറയാനുണ്ട്. ഇന്ന് സൊളാങ്കി ഇറങ്ങിയിട്ടുണ്ട്, സോൺ ഉണ്ട്, റൈറ്റ് വിങ്ങിൽ ബ്രണ്ടൻ ജോൺസൺ ഉണ്ട്. ഈ ക്രോസ് ഡെലിവർ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. കാരണം വളരെ വളരെ പൂർ ആയിട്ടുള്ള ക്രോസുകളാണ് റൈറ്റ് വിങ്ങിൽ നിന്ന് ബ്രണ്ടൻ ജോൺസൺ കൊടുക്കുന്നത്. ഇപ്പൊ സണ്ണിന്റെ കാര്യം എന്ത് പറ്റിയെന്ന് അറിയില്ല. പുള്ളിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഡിപ്പായിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരു ഷോട്ട് എടുക്കാൻ പോലും പുള്ളിക്ക് പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും ബോള് കൊണ്ടുവന്ന് ആർസണലിന്റെ ഹാഫിൽ പോയി ആ ഒരു സെൻട്രൽ ലൈനിന്റെ ഇടയ്ക്ക് നിന്ന് സ്ക്വയർ പാസ് ചെയ്ത് ലെഫ്റ്റ് കൊടുക്കുന്നു, റൈറ്റ് കൊടുക്കുന്നു, തിരിച്ച് കോർണറിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഈ ഒരു അപ്രോച്ചാണ് കളിയിൽ മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 64% പൊസിഷൻ ഉണ്ടായിരുന്നു. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് 5ഓളം ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. പക്ഷേ ഡേവിഡ് റായയുടെ ഒരു മികച്ച പെർഫോമൻസ് നമ്മളിന്ന് കണ്ടു. കാമൻ കമ്പോസ്റ്റ് ആയിട്ട് പുള്ളി ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും കാര്യമായിട്ടുള്ള ഡിഫെൻസീവ് എററൊന്നും ആർസണലിന്റെ സൈഡിൽ നിന്ന് വന്നില്ല. അവർക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ ക്ലിനിക്കൽ ആയിട്ടുള്ള 1-2 ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മാർട്ടിനലിക്ക് കളി ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു 1-on-1 ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ വികാരിയോ അത് സേവ് ചെയ്തു. അതുപോലെ തന്നെ സാക്കക്ക് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കൗണ്ടറിൽ വളരെ കൃത്യമായിട്ട് ബോൾ കൊണ്ടുപോയി ഗോൾ കീപ്പറെ ടെസ്റ്റ് ചെയ്യാൻ ആർസണലിന് കഴിഞ്ഞു. ഇപ്പൊ തിരിച്ച് നമ്മൾ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ഗോൾ പോസ്റ്റിനകത്ത് കയറിയത് 1-2 പ്രാവശ്യം മാത്രമാണ്. ബാക്കിയെല്ലാം വൈഡ് വിങ്ങിലേക്ക് പോയി അവിടെ നിന്ന് ക്രോസ് ഇടാൻ നോക്കുന്നു. പൂറായിട്ടുള്ള ക്രോസ് അത് വളരെ ക്ലിയർ ആയിട്ട് ആർസണൽ ഡിഫൻഡേഴ്സ് ഹെഡ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നു. അവർ കോമ്പാക്ട് ആയിട്ട് 2 ലെയർ ആയിട്ട് വന്ന് ഡിഫെൻഡ് ചെയ്തു. അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആർട്ടറ്റയ്ക്കും ആർസണലും കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. യെല്ലോ കാർഡ്സിനെ പറ്റി പറയേണ്ടതുണ്ട്. ഇന്ന് ഫസ്റ്റ് ഹാഫിൽ തന്നെ 7ഓളം യെല്ലോ കാർഡ്സുകൾ കണ്ടു. ഒരുപാട് ചെറിയ ചെറിയ ഫൗൾസ് ഒക്കെ യെല്ലോ കാർഡ് കൊടുക്കുന്ന സിറ്റുവേഷൻ വന്നു. ടിംബറിന്റെ ഒരു ഫൗള് എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി കുറച്ച് ഷോർട്ട് ടെമ്പർ ആയി കാര്യങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് യെല്ലോ കാർഡിനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് ഒരു ബോൾ സ്ലിപ്പായിട്ട് ഒരു ഹൈ ബോട്ട് ഇൻസിഡന്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് സ്പേഴ്സിന്റെ മിഡ്ഫീൽഡ് ആണ്. ഇപ്പൊ ബെൻറ്റുങ്ങളുടെ കാര്യത്തിൽ നമ്മളൊരു കില്ലർ പാസോ അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് മൂവ് ചെയ്ത് പ്ലേയേഴ്സിന്റെ റണ്ണ് നോക്കിയിട്ടുള്ള ഒരു പാസോ അങ്ങനെയൊന്നും ഇന്ന് കാണുന്നില്ല. നമുക്ക് ഈ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഡിഫൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പാസ് കൊടുക്കാൻ മിഡ്ഫീൽഡിൽ നിന്ന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതിനുശേഷം സാറ് വന്നു. പക്ഷെ സാറിനും കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ടിമോ വേർണറൊക്കെയാണ് പിന്നെ ഇറങ്ങുന്നത്. വേർണറൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. ഒരു ഇമ്പാക്ട് സബ് എന്ന രീതിയിൽ പുള്ളിക്കൊന്നും വലിയ രീതിയിൽ സ്പേഴ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 1-0 നമ്മൾ വീണ്ടും തോറ്റു. എനിക്ക് തോന്നുന്നു ഒരു വേഴ്സ്റ്റ് സ്റ്റാർട്ടാണ് ഈ സീസണിൽ ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടു, അതിനു മുമ്പ് മത്സരത്തിൽ സമനില. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു മിഡ് ടേബിൾ അല്ലെങ്കിൽ ലോവർ 10th ബ്ലോക്കിലൊക്കെ ആയിരിക്കും ഫിനിഷ് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നത്. ഇപ്പൊ പോസ്റ്റ് കോഗ്ലിനെ സംബന്ധിച്ചിടത്തോളം ഇനി എക്സ്ക്യൂസ് ഒന്നും ഇല്ല. കാരണം പുള്ളിയുടെ പ്ലാൻ ബി എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. നല്ല പൊസിഷൻ കളിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ട് ഓടുന്നുണ്ട്, പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഗോൾ അടിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. നമുക്ക് ബോക്സിലേക്ക് പെൻട്രേറ്റ് ചെയ്ത് ഒരു കില്ലർ പാസ് കൊടുക്കാനൊന്നും കഴിയുന്നില്ല. മാഡിസണും സണ്ണുമായിട്ടുള്ള ഒരു മാജിക്കൽ കോമ്പിനേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ സീസണിന്റെ ആദ്യത്തിൽ കണ്ടിരുന്നു. ഇപ്പം അങ്ങനെ യാതൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു കില്ലർ റണ്ണോ അല്ലെങ്കിൽ ഒരു ടോപ്പ് ബോൾ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ക്രോസ് കൊടുക്കാനോ എല്ലാം വളരെ പൂറായിട്ടുള്ള ഡെലിവറിയാണ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് കണ്ടത്.
എന്തായാലും ആർസനൽ 3 പോയിന്റ് സ്വന്തമാക്കി ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.